ആട് 3 നമ്മുടെ ഷാജി പാപ്പനും കൂട്ടറിൻ്റെ പുതിയ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല എ ക്ലാസ് അപരാധം. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കെല്ലാം ഓർമ്മ വരുന്നത് ഭയങ്കര കോമഡി ടൈപ്പായിട്ടുള്ളൊരു പടമാണ്. ആ ഒരു പ്രതീക്ഷ എന്തായാലും എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ പടം കണ്ടപ്പോൾ തന്നെ അത് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തന്നെ അത് പടം കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായി. അതായത് ഇവർ കുറേ ടൈപ്പ് കോമഡി പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് പക്ഷേ അതായത് 2026 2000 കാലഘട്ടത്തിലുള്ളൊരു കോമഡി പറഞ്ഞാൽ എങ്ങനെയിരിക്കും അതേപോലത്തെ കോമഡികൾ കുറേ കുത്തിത്തള്ളി ഈ പടത്തിൽ കയറ്റിവിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് മൊത്തം ഫസ്റ്റ് ഹാഫിൽ എന്താ കഥ പോട്ടെ. നമ്മൾ ആടെന്ന് പറഞ്ഞൊരു ബേസിക് മൂവി, ആടെന്ന് പറഞ്ഞ മൂവി, ആട് ആയിക്കോട്ടെ, ആട് 2 ആയിക്കോട്ടെ, ഈ രണ്ട് മൂവിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ അങ്ങനെ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ഇവരുടെ ക്യാരക്ടേഴ്സിന് തമ്മിലുള്ള ഒരു സിങ്കും അവരുടെ ഒരു കോമഡിയുമാണ് പ്രതീക്ഷിച്ചാണ് ആൾക്കാർ കയറുന്നത്. അതേപോലെ നമ്മൾ ഓരോ ക്യാരക്ടർ, അത് ഷാജി പാപ്പനായിക്കോട്ടെ, സർബത്ത് ഷമീർ ആയിക്കോട്ടെ, ക്യാപ്റ്റൻ ഗ്ലീറ്റസ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ നല്ല കോമഡികൾ പ്രതീക്ഷിച്ചാണ് ആൾക്കാർ തിയേറ്ററിൽ കയറുന്നത്. അതേപോലെ ആട് 3യിലും ഞാൻ എക്സ്പെക്ട് ചെയ്താണ് കയറിയത്. പക്ഷേ ആ ഇത് എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് ഒരു 5-ൽ എത്ര മാർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 5-ൽ 1 മാർക്കേ കൊടുക്കുകയുള്ളൂ ഈ പടത്തിൽ. ഈ പടത്തിൻ്റെ പോസിറ്റീവ് എന്ന് പറയാനായിട്ട് അതായത് ഇതിനകത്ത് ഒരു ഐറ്റം ഡാൻസ് ഉണ്ട്. ആ ഐറ്റം ഡാൻസ് കൊള്ളാം. പിന്നെ അതൊരു മദാമ വരുന്നുണ്ട്, ഒരു വില്ലത്തി മദാമ ആയിട്ട് വരുന്നുണ്ട്. പുള്ളിക്കാരിയുടെ ക്യാരക്ടേഴ്സ് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് ചെയ്തു. പിന്നെ നമ്മുടെ സർബത്ത് ഷമീർ മാത്രമാണ് ഇന്നത്തെ കുറച്ചും കൂടെ, അതായത് പുള്ളി ചെയ്ത കോമഡിയൊക്കെ വർക്കൗട്ട് ആയത് സർബത്ത് ഷമീറിൻ്റെ മാത്രമാണ്. അതായത് ബാക്കിയുള്ള ക്യാപ്റ്റൻ ഗ്ലീറ്റേഴ്സൊക്കെ ഭയങ്കര ഓവറായിരുന്നു. അതായത് ക്യാപ്റ്റൻ ഗ്ലീറ്റേഴ്സ് ആടിലെടുക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ ഗ്ലീറ്റേഴ്സ് ആയിരുന്നു ആട് കൊണ്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിൻ്റെ അതൊക്കെ റെഫറൻസ് വെച്ചിട്ട് ആ ഒരു കിളി പോയ കഥാപാത്രം ആടിൽ അത് മറ്റേ ക്യാപ്റ്റൻ ഗ്ലീറ്റേഴ്സ് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആട് 2ലും പുള്ളിക്കാൻ ആ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ നമ്മളെ ചിരിപ്പിച്ചായിരുന്നു ആട് 2ലും. ആട് 3ൽ പുള്ളിക്കാരൻ അത് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് പുള്ളിക്കാരൻ ചെയ്യുന്നതൊക്കെ ചളിയായിട്ട് നമുക്ക് തോന്നും, നല്ല രീതിയിൽ ചളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അത് ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്തു. അത് ക്യാപ്റ്റൻ ഗ്ലീറ്റേഴ്സിൻ്റെ കാര്യം. പിന്നെ സാത്താൻ സേവിയർ അത്യാവശ്യം കുറേ നല്ല രീതിയിൽ പുൾ ഓഫ് ചെയ്യാൻ നോക്കി. പക്ഷെ എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ ഇത്രയും വെച്ച സാത്താൻ സേവിയറിൻ്റെ അത്രയും ആ ക്യാരക്ടറിൻ്റെ ഹൈപ്പ് വന്നിട്ടില്ല. പിന്നെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഡൂഡ്. അതായത് ഡൂഡിൻ്റെ റേഞ്ച് അതായത് ഇന്നത്തെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ആ എബിലിറ്റി അങ്ങ് പോയ പോലെ തോന്നി. അതായത് ഈ പടം കണ്ടപ്പോഴത്തേക്കും അതായത് ഡൂഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതിൻ്റെ അകത്തും ഇതേപോലെ മറ്റേ പുള്ളിക്കാരൻ പണ്ടത്തെ പോലെ ആട് 2ൽ കണ്ട പോലെ തന്നെ ഹോട്ടലിൽ വീണ്ടും ഒരു ഹോട്ടലിൽ തിരിച്ച് പോയിരിക്കും, ആ ടൈപ്പ് ഒരു ഇതിൽ തന്നെ നിൽക്കുന്നത്. അതിൽ നിന്ന് പുള്ളിക്കാരൻ ഡൂഡായിട്ട് മാറുന്നൊരു ഇത് കാണിക്കുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സിലോട് അടുത്തപ്പോഴാണ് ഡൂഡിൻ്റെ ഒരു ചെറിയൊരു ഇത് നമുക്ക് ഫീൽ ചെയ്തത്. അല്ലാണ്ട് ഇന്നത്തെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്നത്തെ ആട് 1, ആട് 2, ആട് 3 ഇതിലും നമ്മൾ ബേസിക് ആയിട്ടൊരു ത്രെഡ് ബേസിക് എന്ന് വെച്ചാൽ ആടിൽ നമ്മൾ കണ്ട സിനിമ പ്രകാരം അത് ആടിൽ മറ്റേ നമ്മുടെ നീലക്കൊടുവേലി എന്നുള്ള സാധനം തപ്പിയായിരുന്നു ആടിൽ നടന്നത്. ആട് 2ൽ മറ്റേ ഈ കമ്മട്ടം. ആട് 3 ഇതേപോലെ സിമിലർ ടൈപ്പ് മറ്റേ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു സാധനം, ഒരു പാലം, പിന്നെ അത് കുറച്ച് മുത്തും. അത് നിങ്ങൾ ട്രെയിലറിൽ കണ്ട സാധനം തന്നെ, ആ സെയിം സാധനം തപ്പി നടക്കുന്നത് തന്നെയാണ് ഇതിനകത്ത് ബേസിക് പ്ലോട്ട്. അത് നമ്മൾ ആടിൽ കണ്ട സീരീസിൽ കണ്ട തന്നെ സെയിം ഇത് തന്നെയാണ്. അതായത് ഒരു സാധനം തപ്പി നടക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഈ ഡൂഡ് വരുന്നു, ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് കഥ. പക്ഷേ ഇവർ എക്സിക്യൂട്ടീവ് പഴയ കാലത്ത് കുറേ കാര്യങ്ങൾ കയറ്റി വരുന്നുണ്ട്. ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടി ഒരു അവിയിൽ വഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഫുക്രുവിൻ്റെ അകത്ത് ഇവരുടെ ഗ്യാങ്ങിൽ ഫുക്രു ചേർന്നിട്ടുണ്ട്. ഫുക്രുവിന് കാര്യമായിട്ട് റോളൊന്നുമില്ല. അതായത് ബിരിയാണിയുടെ കൂടെ കുറച്ച് ഒരു അവിയിൽ സൈഡിൽ വെച്ച പോലെയുണ്ട്. അതായത് പുള്ളിക്കാരൻ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. പക്ഷേ എന്നാലും പുള്ളിക്കാരൻ കൊടുത്ത റോള് ചെറിയ റോളാണ്, കാര്യമായിട്ടൊന്നുമില്ല. സൈഡിലൊക്കെ തല വെക്കുന്ന റോൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും പുള്ളിക്കാരൻ്റെ രീതിയിൽ ഡീസൻ്റായിട്ട് ചെയ്തു. പിന്നെയും റോളൊന്ന് വൃത്തിയാക്കി ചെയ്തത് ഈ കൂട്ടത്തിൽ ഇവരുടെ ഗ്യാങ്ങിൽ വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ പറയുകയാണെങ്കിൽ മറ്റേ ഈ സർബത്ത് ഷമീറും ഷാജി പാപ്പനും മാത്രമാണ്. ഷാജി പാപ്പൻ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും, അതായത് എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബു, അതായത് അറക്കലബു അങ്ങ് കോമഡി എന്ന് വെച്ചാൽ കോമഡി, നമ്മൾ ആ കോമഡി പ്രതീക്ഷ വന്നു. പക്ഷേ പുള്ളിക്കാരൻ ചളിയായിരുന്നു. ചളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ മറ്റേ വണ്ടിയുടെ കാറ്റ് പോയി നമ്മൾ സൈക്കിൾ പമ്പിട്ടിട്ട് ഇങ്ങനെ അടിക്കുക, അങ്ങനെ പണ്ടത്തെ 2000 കാലഘട്ടത്തിലെ കോമഡിയായിട്ട് 2026 വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതായത് നിങ്ങളെല്ലാം കളിയാക്കുന്നുണ്ടല്ലോ. അതായത് നമ്മൾ ദിലീപേട്ടൻ, അതായത് പണ്ടത്തെ സാധനം വിട്ടിട്ടില്ല, ദിലീപേട്ടൻ ഇപ്പോഴും മറ്റേ ഈ സാധനമായിട്ട് വരുന്നത്. അപ്പോൾ ദിലീപിനെ കളിയാക്കുന്നത് അതേപോലത്തെ ഐറ്റംസാണ് ഇവരും കൊണ്ടുവന്നിരിക്കുന്നത് ഈ പടത്തിൽ. കാര്യമായിട്ട് ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. ഫസ്റ്റ് ഹാഫ് മൊത്തം അതേപോലെ ഭയങ്കര ലാഗി. അതായത് കൂടെ ഇരിക്കുന്നവർക്ക് അങ്ങനെ എൻഗേജിങ് ആയിട്ടൊന്നുമില്ല, ചിരിക്കാനൊന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നോക്കുന്നു. ഷെണൈസിലാണ് ഞാൻ പോയത്. അപ്പോൾ അവർക്ക് അങ്ങനെ കാര്യമായിട്ട് എൻഗേജിങ് ആയിട്ടൊന്നും തോന്നിയില്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് ഓർക്കണം. അത് കാര്യമായിട്ട് ഒന്നും തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് എന്നാൽ കിടക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നും സെക്കൻഡ് ഹാഫ് ഏകദേശം അതേപോലത്തെ റേഞ്ചിൽ. പിന്നെയും ഒന്ന് അടുത്തത് ക്ലൈമാക്സിൽ മറ്റേ ഈ ഷാജി പാപ്പനും ഡൂഡുമായിട്ടൊരു ഏറ്റുമുട്ടലുണ്ട്.
അവിടെ ഇച്ചിരി കോമഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് ചിരിക്കാൻ തുടങ്ങിയത്. ആ ചിരി തുടങ്ങിയപ്പോൾ തന്നെ പടം തീർന്നു. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു വന്നു. അതായത് ആട് 3 പാർട്ട് 1 ആണ് ഇപ്പോൾ കണ്ടത്. ഇനി പാർട്ട് 2 കൂടി ഉണ്ട്. അതായത് അതായത് ഭയങ്കര സങ്കടം തോന്നുന്നു. അതായത് ഇതേപോലത്തെ നമ്മൾ ആട് കണ്ടു, ആട് 2 കണ്ടു. ഇത് എന്ന് വെച്ചാൽ ആട് എന്ന് വെച്ചാൽ തിയേറ്ററിൽ അത്ര ഇത് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ അത് മറ്റേ ഇതേപോലെ ടൊറൻറ്റിലും അങ്ങനെ കുറേ സി ഡി DVD ഇറങ്ങിയപ്പോഴത്തേക്കും ആടിൻ്റെ ആ ഇത് മനസ്സിലായി. അങ്ങനെ ആൾക്കാർ ആട് 2 ഇറങ്ങിയ സമയത്ത് എല്ലാവരും തിയേറ്ററിൽ ഇപ്പോൾ കണ്ടു. എല്ലാവർക്കും സാറ്റിസ്ഫൈഡ്, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. ആട് 3യും ആ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് പോയത്. അത് കഥയും മാങ്ങാത്തൊലി ഒന്നും പ്രതീക്ഷയില്ല ആൾക്കാർ കയറുന്നത്. ഞാനും പോയത് തന്നെ കഥയും മാങ്ങാത്തൊലി ഒന്നും നോക്കിയില്ല, എന്തായാലും ചിരിപ്പിക്കാനുണ്ടാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ആട് 3 കയറിയത്. പക്ഷേ ആട് 3 കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫ് അതായത് നമ്മളെ ഉറക്കിക്കളയുന്ന രീതിയിൽ ആ ഒരു കഥ, അത് പഴയ കാലഘട്ടത്തിൽ ഇടയ്ക്ക് കൊണ്ടുപോകുന്നു, ഇടയ്ക്ക് പുതിയ കാലഘട്ടത്തിൽ എന്നാൽ ഇച്ചിരി കോമഡി ഉണ്ടോ, കോമഡി ഇവർ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല. അത് ഇച്ചിരി സീരിയസ് ആയിട്ട് ചെയ്യാൻ നോക്കി, പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. പിന്നെയും കൂട്ടത്തിൽ വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്ന സർബത്ത് ഷമീർ പഴയ കാലഘട്ടത്തിൽ ഒരു കോൺട്രാക്ടർ പോലെയായിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു കഥാപാത്രം. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഇച്ചിരിയെങ്കിലും നമുക്കൊന്ന് മുഖത്തൊരു ചിരി വെക്കുന്ന ഇത് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സാത്താൻ സേവ്യർ, അത് പുള്ളിക്കാരൻ ഒരു ബിലോ ആവറേജ് ആയിട്ട് തോന്നിയത്. ബാക്കിയുള്ള അബു ആയിക്കോട്ടെ, നമ്മുടെ പിങ്കി, നമ്മുടെ ഇവരുടെ ഗ്യാങ്ങിലുള്ള പിങ്കി, ഇവർക്കൊന്നും റോളേ ഇല്ല. ഇവരുടെ കൂട്ടത്തിൽ ബാക്കിയുള്ളവർ ഇവർക്കൊന്നും ഡയലോഗേ ഇല്ല, ചുമ്മാ പുറകിൽ നിൽക്കുക. ആടിലായിക്കോട്ടെ, ആട് 2 പിന്നെയും ഇവർക്ക് എന്തെങ്കിലും ഇതുണ്ടായിരുന്നു. ഇവരുടെ ഗ്യാങ്ങിൽ ആ കൂടെ ഇപ്പോൾ ഇവരുടെ ഗ്യാങ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തതെന്ന് ഞാൻ പറയത്തുള്ളൂ. ആട് 1ലും ആട് 2ലും ഇത്രയും ഹിറ്റാവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഗ്യാങ്ങിൽ ആ കോർഡിനേഷനും ആ കമ്മ്യൂണിക്കേഷനും ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അത് കണക്ട് ചെയ്യാൻ പറ്റിയത്. ആട് 3ൽ ആ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടില്ല. അതായത് ഇവർ കൂടുതൽ പഴയ കാലഘട്ടത്തിലൊരു കഥ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കയറ്റാൻ നോക്കി. അതായത് ഇതേപോലത്തെ ഒരു പാലം, ആ പാലത്തിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ, രാജാവിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ ഭയങ്കര കോസ്റ്റ്ലി സാധനമാണ്. അപ്പോൾ അത് എടുക്കാനുള്ള തത്രപ്പാടിലാണ് ബാക്കിയുള്ളവർ നടക്കുന്നത്. അതായത് സെയിം പ്ലോട്ട് തന്നെ, അത് നമ്മൾ ട്രെയിലറിൽ കണ്ട സെയിം പ്ലോട്ട് തന്നെ. പക്ഷെ അത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല. അതായത് ഇതിന് മിക്കവാറും ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഫാൻ ഷോ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാവർക്കും ഈ അത്രയും സാറ്റിസ്ഫൈഡ് ആവാൻ സാധ്യത കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലോ ആവറേജിനെക്കാത്ത താഴെ, അത് 5ൽ 1 മാർക്കൊക്കെ കൊടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മോശം. അത് ഞാൻ 2026 കണ്ട ഏറ്റവും മോശം പടം എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടെന്ന് പറഞ്ഞാൽ ആ ക്രൂയുടെ അവരുടെ ഒരു മൂവി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര പ്രതീക്ഷയോടെ പോയത്. അതായത് കഥയും അങ്ങനത്തെ ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, നമുക്കൊരു ചിരിക്കാനുള്ള എന്തെങ്കിലും വേണമായിരുന്നു, അതുമില്ല. അതായത് ഇവരുടെ ക്യാരക്ടർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനോ ഒന്നുമില്ല. അത് പഴയ കാലഘട്ടത്തിൽ കുറേ കാര്യങ്ങൾ കുത്തിക്കയറ്റി, കുറേ വേണ്ടാത്ത കോമഡി കുത്തിത്തള്ളി അങ്ങോട്ട് അവിയലും എസാമിൻ്റെ എല്ലാം കൂടെ കുളമാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ പടം കണ്ടു നോക്ക്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. എന്തായാലും എനിക്ക് കണ്ടിട്ട് പടം ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ കൂടെ ഇരിക്കുന്നവർക്കൊക്കെ ഈ പടം എൻഗേജിങ് ആയിട്ട് തോന്നിയില്ല. കുറേ പേര് ഫ്രണ്ടിലിരിക്കുന്നവർ കുറേ പേര് ഇത് ഫസ്റ്റ് ഹാഫൊക്കെ കണ്ടപ്പോഴത്തേക്കും ബോറിംഗ് ആയിട്ട് അവർ ഫോണൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്നു. കുറേ പേര് ഇറങ്ങിപ്പോയി. കുറച്ച് പേര് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് പകുതി ആയപ്പോഴത്തേക്കും അടുത്തിട്ട് ഇറങ്ങിപ്പോയി കുറേ പേര്. ഞാൻ ആലോചിക്കുന്നത് ഫസ്റ്റ് ഷോ ഒരു പടം, അതായത് നമ്മൾ ആട് പോലത്തെ ഒരു പടം, ആട് 3 അതേപോലത്തെ ഒരു കോമഡി പടം, ജയസൂര്യയുടെ ഒരു കോമഡി പടം മടുത്തിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ അതിൽ കൂടുതലൊരു ഇത് പറയാനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മടുത്തു. അത് എനിക്ക് കണ്ട 3 മണിക്കൂർ, ഒന്നാമത്തെ കാര്യം 3 മണിക്കൂറാണ് ഈ പടത്തിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ അത്ര നേരം നമ്മൾ പിടിച്ചിരുത്തണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? അത് നമുക്ക് എന്തെങ്കിലും, അതായത് ചിരിക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ എനിക്കറിയത്തില്ല ഇത് എന്തുദ്ദേശത്തിലാണ് ഇവർ പടച്ചു വിട്ടതെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും ഉണ്ട്. അതിനി എന്താവും ദൈവത്തിനറിയാം. എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക.